വിജയമായിട്ടൻ വെളിച്ചപ്പാടായിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? ഏകദേശം ഞാനിപ്പോ ഒരു 40 വർഷമായിട്ടുണ്ടാവും. കണ്ടക്കൈ ചാലങ്ങോട്ട് കാവിലാണ് എത്തിയിട്ടുള്ളത്. 40 വർഷമായി വെളിച്ചപ്പാടായി തുടരുന്ന കുഞ്ഞിരാമാട്ടുമായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്. ശരീരം അനുവദിക്കുന്നില്ല അല്ലേ? കുറച്ച് ക്ഷീണത്തിന്റെ ക്ഷീണം ഉണ്ടാവും, എന്നാലും അത് ക്ഷീണമെല്ലാം പോവും. ഓക്കെ ഓക്കെ. നമ്മളെ കാരണവരെ വിളിച്ചപ്പോൾ മകൻ ദർശനം ചെയ്ത് തുള്ളിയിട്ടായതാണ്. അതേപോലെ നമ്മൾ പാരമ്പര്യം. ഓക്കെ. അതാണ് ദേവി ശക്തി ഉണ്ടാക്കും. ഇത് ഈ പിന്നെ ദേവി ശരീരത്തിൽ കൂടുമ്പം നമുക്കൊരു പ്രത്യേക ഒരു ഭഗവതിന്റെ ഒരു ഇത് വരുന്നില്ലേ, ഒരു ശക്തി വരുന്നില്ലേ? അതിന് മാറ്റം വരും അല്ലേ? അങ്ങനെയല്ലേ ഇതെല്ലാം വാരാൻ കഴിയും. അതെ. അടുപ്പത്തുനിന്ന് വെളിയിൽ വാരി കൊടുക്കുന്നപ്പോ അരച്ച ഒഴുക്കുന്നുണ്ട്, അതായിരിക്കും വാരി കൊടുക്കും. ശക്തി അമ്മന്റെ ശക്തിയാണോ പഠിച്ചത്? കണ്ടു പഠിച്ചതാണോ? ഒരു ഗുരുനാഥം വേണം. ഗുരുനാഥം വന്നിട്ട് ആദ്യം തിരുവാതിര എടുത്തിടും, ബാക്കിയുള്ള കാര്യമെല്ലാം പഠിക്കേണ്ടത് എഴുതിത്തരും. അങ്ങനെ പിന്നെ സ്വന്തമായിട്ട് ചൊവ്വൾക്ക് ചുറ്റിക്കെട്ടിയിട്ടുള്ളൂ. ആദ്യം തുള്ളിയിലും ഒപ്പരം കുളിച്ച് വന്നിട്ട് കുറെ ആൾ വേറെയുണ്ട്. അതെ. മുടി വെക്കുമ്പോ അതെ അതെ അതെ. അപ്പം ഉണ്ടല്ലോ, അടുപ്പത്തിന് വായി കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്തെങ്കിലും ഇത് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ കൈപൊള്ളലോ അങ്ങനത്തെ ഒന്നുമില്ല? മഞ്ഞക്കുറി ഇടും. പറയ ബന്ധം അങ്ങനെ നമ്മളെ കാരണവർ പഠിച്ചപ്പോൾ അങ്ങനെയായിരുന്നു. അന്ന് ചക്കയ്ക്ക് ചെത്തുണ്ട്, ഓർലായി പോയി ചെത്തിട്ട് ദർശനം ചെയ്ത് അങ്ങനെ ഓർമ്മയായി. ശരി. കോലം പിടിച്ച് പാടുന്നത് സ്ഥാനം അവിടെ മണ്ണാറ്റ ഈ വിലാസം വിളിച്ചപ്പാണ്ട് കാരണവർ നമ്മളെ ഗുരുനാഥൻ അവര് എല്ലാം പഠിച്ചു. അങ്ങനെ ഇങ്ങനത്തോളം ഒരുപാട് പഠിക്കാനുണ്ട്. ഭഗവതി വന്ന മുതൽ ഏതാണ്ട് ഇല പോയി എല്ലാം പഠിക്കണം. ഇയാളും പഠിക്കുന്നുണ്ട്. പഠിക്കണപ്പോ അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണ്ടേ? അതെ. എല്ലാം അമ്മേന്റെ കടാക്ഷല്ലേ? അമ്മേന്റെ അതെ അതെ. അങ്ങനെയല്ലേ പിന്നെ എനിക്ക് കളന്നുകളുടെ വരും പറയാനില്ല. അതെ അതെ അതെ. ഈ ഉറഞ്ഞു തുള്ളുക എന്ന് പറയുമ്പോ അമ്മ ശരീരത്തിൽ കൂട്ടിയിട്ട് ഭഗവതി കൂടിയിട്ട്. അതെ അതെ അതെ. ഇപ്പൊ എന്തെങ്കിലും പറയാൻ കഴിയും. ആ സമയത്ത് പറയുന്നതെല്ലാം ഭഗവതിയാണ്. പറഞ്ഞ ശരിയായി വരും. അതെ അതെ അങ്ങനെ എല്ലാം. അപ്പോ എന്തായാലും കണ്ടതിൽ സന്തോഷം. പരിപാടിയിലേരം വിളിക്കാം. തീർച്ചയായും വരും.